വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഒരു 450 കോടി രൂപ വീണ്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടേണ്ടതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം അത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. അതെ, അത് പറഞ്ഞു, കത്ത് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നാലും എവിടെ നിന്നായിരുന്നാലും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന പാല് കുടിക്കാനും പുസ്തകം വാങ്ങാനും ഭിന്നശേഷി വിദ്യാർത്ഥികളായിരുന്നാലും അവർക്ക് കിട്ടേണ്ട കാശ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഈ ചരിത്രത്തിൽ നമ്മൾ ഈ കുട്ടികൾക്ക് കിട്ടാത്ത കാശ് വാങ്ങാൻ കഴിവില്ലാത്തവനെന്ന് രേഖപ്പെടുത്തും. അത് മിനിസ്റ്റർ എനിക്ക് ഒന്ന് കൊടുത്തത് 440.81 കോടി രൂപയാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അതിന് കത്ത് കൊടുത്തു. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം മിനിസ്റ്റർ, ഇപ്പോൾ ചിന്തയിൽ മിനിസ്റ്റർ ഒരു അഭിമുഖം കൊടുത്തു. താങ്കൾ അന്ന് പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടു, പക്ഷേ ഞങ്ങൾ ഈ PMശ്രീയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ്. പക്ഷെ അതിനുശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുകയും അതുപോലെ തന്നെ അമിത്ഷായെ കാണുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷമാണ് ഈ PMശ്രീ പദ്ധതിയുടെ കാര്യത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് എന്ത് അഗ്രിമെന്റിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്നത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി കേരളത്തിൽ മാറി. അപ്പോഴാണ് CPI സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. കേരളത്തിൽ ഈ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ചയായി കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ്, മാധ്യമങ്ങൾ തന്നെയാണ്. മിനിസ്റ്റർ, മന്ത്രിസഭയിൽ മന്ത്രിമാർ അറിഞ്ഞില്ലല്ലോ CPI. അല്ല, അതൊക്കെ മാധ്യമങ്ങളാണല്ലോ അങ്ങനെ ഒരു ഏരിയ കയറ്റി കൊണ്ടുവരുന്നത്. PMശ്രീ എന്തായിരുന്നാലും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ PMശ്രീ ആരംഭിച്ച് 2 വർഷമായല്ലോ. അതെ, അന്നേ നമുക്ക് പിന്നെ സമ്മതിക്കാമായിരുന്നല്ലോ. നമ്മളിങ്ങനെ സമ്മതിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് CPIയും തമ്മിൽ വേറൊരു ആശയക്കുഴപ്പമൊന്നുമില്ല. ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്, ഞാൻ ചെയർമാനായിട്ടുണ്ട്. ആ സമിതിയിൽ ചർച്ച ചെയ്ത് പിന്നെ എന്താണോ താത്വികമായും ആശയപരമായും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ച് ആലോചിക്കാം. മിനിസ്റ്റർ, ഈ മന്ത്രിസഭ ഉപസമിതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത്, ഇപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ ചേർന്നപ്പോൾ 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോയിൽ ഈ PMശ്രീയുടെ കാര്യത്തിൽ കേരളത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുവെന്നും ഈ ദേശീയ ജനറൽ സെക്രട്ടറിയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം, അത് വേണ്ട എന്നൊരു നിലപാടെടുത്തു എന്നുമാണ്. അങ്ങനെ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല, അങ്ങനെ വാർത്തകൾ വന്നിരുന്നു, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ നിഗമനങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ വല്ല അർത്ഥവുമുണ്ടോ, അല്ലെങ്കിൽ അത് നിലനിൽക്കുമോ? അല്ല, അത് മന്ത്രിസഭയുടെ തീരുമാനമാണ്. പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ്. ഞാൻ എന്തായാലും പോളിറ്റ് ബ്യൂറോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അത് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം മന്ത്രിസഭാംഗങ്ങളെ അറിയിക്കുന്ന അവസരത്തിൽ അതിന് ചില നടപടിക്രമങ്ങളും രീതികളൊക്കെ ഉണ്ടല്ലോ, അത് അപ്പോഴാലോചിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മിനിസ്റ്റർ, അതായത് പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുകയാണ് വേണ്ട നമുക്ക് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ, പിന്നീട് അതിലൊരു പുനരാലോചനയുടെ ഇടപോലും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും പിന്നെ പോളിറ്റ് ബ്യൂറോ ആണല്ലോ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വേർഡ് പറയേണ്ടത്. പ്രത്യേകിച്ച് ആശയപരമായുള്ള പ്രശ്നങ്ങളിലും താത്വികപരമായ പ്രശ്നങ്ങളിലും ലാസ്റ്റ് വേർഡ് പറയേണ്ടത് പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോ ഏത് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം, PMശ്രീ എന്ന് മാത്രമല്ല ഏത് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവസാനത്തെ വാക്ക്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു ഒരു ആശയക്കുഴപ്പമുണ്ടായി, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി CPIയുമായിട്ട് എന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ, അതായത് ഞാൻ പറഞ്ഞത് വിവാദമായിരുന്ന സമയത്ത് CPIയിലെ മന്ത്രിമാർ പറഞ്ഞത് നിയമപരമായി പോലും ഇത് നിലനിൽക്കില്ല. കാരണം മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാകാതെ ഒരു കേന്ദ്ര പദ്ധതിയിൽ സംസ്ഥാനത്തിന് ഒപ്പുവെക്കാൻ കഴിയില്ല എന്നാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകി പോയി ഒപ്പുവെച്ചതുകൊണ്ട് നിൽക്കില്ല. അതുകൊണ്ട് നിയമപരമായി തന്നെ ഇതിനെ ചോദ്യം ചെയ്യാമെന്നാണ്. അപ്പോൾ അതിലൊരു കോംപ്ലിക്കേഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ, ഒരു ആശയക്കുഴപ്പം എന്നതിനപ്പുറത്തേക്ക്. ഞാൻ പറഞ്ഞ ആശയവിനിമയത്തിന് ഈ വിഷയങ്ങളിലാണ് നമ്മൾ കുറേ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. നമുക്കിനി വീണ്ടും ഇതങ്ങ് അവസാനിപ്പിക്കാം, എന്തിനാ അടുത്ത വിഷയത്തേക്ക് പോവാം. അതെ അല്ലേ? അല്ല, അതേതന്നെ CPIയുമായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിലോ ഇനി ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു വിവാദത്തിനോ മിനിസ്റ്റർ ഇല്ല, അങ്ങനെ ഞാൻ പറയട്ടെ? തീർച്ചയായിട്ടും പിന്നെ ഒരു കാലഘട്ടത്തിലും ഒരു കാര്യത്തെ സംബന്ധിച്ചതും തർക്കിക്കില്ലെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞ PMശ്രീയുടെ കാര്യത്തിൽ ഞങ്ങളുടെ തർക്കമൊക്കെ അവസാനിച്ചു. ഈ SSK ഫണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടോ? ഈ 340.81 കോടി രൂപയുടെ കാര്യത്തിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ട്? അത് ലഭിച്ചില്ലെങ്കിൽ കോടതി പോകും. വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടല്ലോ, ആ നിയമം കോടതി ഇടപെടുമല്ലോ. തീർച്ചയായിട്ടും കോടതി പോയാൽ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരിക്കും. അതിന് നമ്മൾക്ക് മുന്നിൽ മാതൃകയുണ്ട്, തമിഴ്നാട് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കോടതി കാര്യങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ മിനിസ്റ്റർ പറയുന്നത് SSK ഇപ്പോൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ 340.81 കോടി രൂപ നമുക്ക് അനുവദിക്കാതിരിക്കുന്ന ഘട്ടമുണ്ടായാൽ നമ്മൾ കേരളം കോടതിയെ സമീപിക്കും, സർക്കാർ കോടതിയെ സമീപിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.